നമസ്കാരം. രാമായണ മാസം 23-ാം ദിവസം. തമസാ നദിക്കരയിൽ ധ്യാനനിരതനായിരുന്ന വാൽമീകി മഹർഷിയുടെ മുൻപിൽ വേടനാൽ അമ്പേറ്റു വീണ ക്രൗഞ്ച മിഥുനങ്ങൾ. ആ കാഴ്ചയുടെ ശോകത്തിൽ നിന്നാണ് ആദികാവ്യം പിറവിയെടുക്കുന്നത്. മാ നിഷാദ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ശ്ലോകം. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേഹമവധീ കാമമോഹിതം. ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുവാനുള്ള മാർഗദർശനമാണ് ഈ ശ്ലോകം. തുടർന്ന് രാമന്റെ അയനത്തെ ആദികവി വാങ്മയത്തിലാക്കുന്നത് 24,000 ശ്ലോകങ്ങളിലൂടെയും 500 സർഗങ്ങളിലൂടെയുമാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ തൂലികയിൽ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രൂപത്തിലാണ് എഴുത്തച്ഛൻ തൻ്റെ രാമായണം സഹൃദയ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചത്. അധ്യാത്മരാമായണം ഇന്നും കാലാധിവർത്തിയായി നിലകൊള്ളുന്നു. രാമായണം 23-ാം ദിവസം. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാൽ അരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ള ഒന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാം അബ്ധിശതയോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നു പോയി. രാവണനെ പടയോട് മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരറിക്കാണായ വാനര സഞ്ചയം. വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരിധിയെ കടപ്പാൻ ഉപായം പാർക്ക നേരം ഇനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിൻ തിരുമുൻപിൽ മഹാരണേ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിനുമുണ്ടാം ജയം തവ നല്ല
നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്ര പുത്രോക്തികളിതമാകർണ്യ കാകുൽസ്തനും തൽക്ഷണേ മുൻപിലാമാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ച് അരുളിടിനാൻ. രാമ ശ്രീ രാമ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതു പാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന് അത്യുന്നതം അതിൻ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ് 700 യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം. 4 ദിക്കിങ്കലും ഉണ്ട് അതിശോഭിതമായി അതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ. 7നും 4 ഗോപുരപംക്തിയും ചൂഴവുമായി 28 ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട്. അത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപംക്തിയും. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4ലും ഉള്ളതിൽ അർത്ഥമുണ്ടുഗ്രതയോട് നടുവു കാത്തിയിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് അതിലിരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. അജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാര ഭേദമാതങ്കാപകം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനകം മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടു. വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷൂവരാത്മജനാകിയ ബാലകനക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യം മുടുക്കി വേഗേന പോയിക്കാലെ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോവേന ചൊല്ലിനാൻ. തന്നുടെ ഭൃത്യരോട് ഇപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്നന്നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ. അഗ്രജൻ തന്നോടുമാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞ്
അവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ. വാലാധിക്കഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാർ. അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജനവട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ. ലങ്കയിലുള്ള പടയിൽ 4 ഒടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. കുന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുകാശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാവഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന കുങ്കൃതിയും തീർത്തു സങ്കരാന്തേബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര. പരംപുരുഷ പ്രഭോ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.